ഗൈസ്, ഇതാണ് ദ ഹോസ്റ്റലർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഉൾഭാഗം കേട്ടോ. അത്യാവശ്യം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു പ്രീമിയം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹോസ്റ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ഡോർമെറ്ററി പോലത്തെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അവരുടെ ഒരു ഡോർമെറ്ററി ആണിത്. ഇതിപ്പം ഇവിടെ ആരുമില്ലാത്തതാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചിട്ടാന്ന് വെച്ചത്. ഇത് 8 പേർക്ക് താമസിക്കാവുന്ന ഒരു ഡോർമെറ്ററി സെറ്റപ്പാണ്. ഇവിടെ 2 ബെഡ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും 2 ബെഡ്, ഒരു സോഫ. ഇതൊരു ലിവിങ് ഏരിയ പോലെ, പ്ലസ് അവിടെ തന്നെ ആയിരിക്കും കിടക്കുന്ന ബെഡും. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. രാവിലെ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും കണ്ടില്ല, എന്തായാലും അത് ക്ലോസ് ചെയ്തിട്ടേക്കാം. ഇവിടെയാണ് കേട്ടോ എൻ്റെ ബെഡ് വരുന്നത്. ഇതും ഇവിടെയും 4 പേർക്ക് കിടക്കാം. താഴെയും മേളിൽ 2, ഇവിടെയും 2 പേർക്ക് കിടക്കാം കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിടാനുള്ള സ്ഥലമുണ്ട്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലൊരു സ്പേസ്. പിന്നീട് ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിളും ഉണ്ടാവും. അത്യാവശ്യം നൈസാണ് കേട്ടോ. ഇതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം. കുഴപ്പമില്ല, നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിന് വർത്താണ്. വെറുതെ ഹ്യൂജ് എമൗണ്ടിന് സോളോ ആയിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സോളോ ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വലിയ എമൗണ്ടിനകത്തൊന്നും സ്റ്റേകൾ കിട്ടാത്തപ്പം ഇങ്ങനെയുള്ള സ്റ്റേകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 24 hours ആയിട്ടുള്ള നിങ്ങൾക്ക് അവിടെ ഒരു റിസപ്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആപ്പ് ത്രൂ ഇതെല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വെളിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ. ഇവിടെ ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങ് എടുത്തത്. ഉൾഭാഗത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ ഒരു ബാൽക്കണിയാണെന്ന് തോന്നുന്നു. നേരത്തെ ഇവിടെ അടഞ്ഞുകൊണ്ടത് ഇത് ബാൽക്കണി ആയിരുന്നു കേട്ടോ. ഇവിടെയും നമുക്ക് പകൽ നല്ല വ്യൂ കാണാം. നൈറ്റും ദൂരെ മൂന്നാറൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. എന്തായാലും കൊള്ളാം. ഈ മഴ നിൽക്കുന്ന അപ്പുറത്താണ് ഗൈസ്. എന്തായാലും നാളെ രാവിലെ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് കൂടുതൽ കാണാം. അപ്പം ബൈ ബൈ. അങ്ങനെ മോർണിംഗിലെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫ്രഷായി. ഇത് നമ്മൾ നേരത്തെ ഇന്നലെ കണ്ട ഒരു ബാൽക്കണി ഉണ്ടായിരുന്നല്ലോ, അത് രാവിലെ ഒന്ന് തുറന്നു. എന്താ അവസ്ഥ എന്ന് അറിയാനായിട്ട്. വേറെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. അവിടെ സൺറൈസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഇന്ന് നമ്മൾ എന്തായാലും സൺറൈസ് കാണാനായിട്ട് പോകുന്നില്ല. നാളെ മറ്റന്നാളെങ്ങാനും ഒരു സൺറൈസ് പിടിക്കാം. പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. ബാൽക്കണി വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആ ഫ്രെയിം നോക്കി, ആ മരവും സൺറൈസും നൈസ്. തണുപ്പ് വലിയ കുഴപ്പമില്ല. ഇന്ന് ഇപ്പം 17-ാം തീയതിയാണ്. 17-ാം തീയതി ഫെബ്രുവരി 2025. മോർണിംഗ് ഒരു 17 ഡിഗ്രി അടുപ്പിച്ച് മൂന്നാറിൽ തണുപ്പുള്ളൂ. വലിയ തണുപ്പില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉള്ളൂ. ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ. നിങ്ങൾ ആരെങ്കിലും ഹോസ്റ്റലുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിലെ ഹോസ്റ്റലുകൾ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. റൂംസ് ആവട്ടെ, വ്യൂസ് ആവട്ടെ, എല്ലാം നൈസാണ്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ബാക്കി കാഴ്ചകൾ ബാക്കി വീഡിയോസിൽ കാണാം.